ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. ഇവിടെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് സീതാന്വേഷണത്തിനായി ഹനുമാൻ സ്വാമി മോതിരം സ്വീകരിക്കുന്നത് തൻ്റെ ഭക്തന്റെ കൈകളിൽ തന്നെയാണെന്ന് ശ്രീരാമനുള്ള ആത്മവിശ്വാസവും ആ ഭക്തനോടുള്ള പൂർണ്ണമായ തൻ്റെ വിശ്വാസം അത് നിലനിർത്തുന്നത് ഹനുമാൻ സ്വാമി തന്നെയാണ് എന്നുള്ള ഭാവത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഹനുമാൻ സ്വാമി അഞ്ജനയുടെ പുത്രനായിട്ട് നമുക്ക് ജന്മമെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അഞ്ജനയുടെ പുത്രൻ ആഞ്ജനേയൻ ജീവിത ചരിത്രം നമുക്ക് ഒരുവിധം അറിയാൻ സാധിക്കുന്നു. ആ ഹനുമാൻ സ്വാമിയുടെ ലക്ഷ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് വാക്കുകളിൽ തന്നെ ശുദ്ധമായ വ്യക്തി നിർമ്മാണത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതേപോലെ ഭാഷ തെളിഞ്ഞ മനസ്സിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജലാശയം പോലെ സംസ്കാര സമ്പന്നമായ മനസ്സിൽ നിന്ന് സംശുദ്ധമായ ഭാഷ പുറപ്പെടുവിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ആ ഒരു മാധുര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഹനുമാൻ സ്വാമിക്ക് മോതിരം കൊടുത്തത് യഥാവിധി തന്നെയാണ് എന്ന് ചിന്തിക്കാം. അത് തന്നെയാണ് രാമന് വളരെയധികം വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനും ഹനുമാൻ സ്വാമിക്ക് സാധിച്ചത്. ഇവിടെയും നോക്കിയാൽ കലർപ്പില്ലാത്ത ഭക്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? കലർപ്പുണ്ടോ എന്നുള്ളതാണ്. ഭക്തിയിലും കലർപ്പുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ കലർപ്പില്ലാത്ത ഭക്തി കാണണമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഭക്തി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആർജിക്കുന്ന ശക്തിയായിട്ട് ഹനുമാന്റെ കരുത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ സംസാരമാകുന്ന സാഗരത്തെ മറികടക്കാൻ സാധിക്കൂ. അതാണ് ലങ്കയിലേക്കുള്ള സമുദ്രത്തെ അദ്ദേഹത്തിന് ഉയർന്ന് പറക്കാൻ സാധിച്ചത്. 100 യോജന ചാടിക്കടക്കാൻ സാധിച്ചത് ഹനുമാൻ സ്വാമിയുടെ ആ വിശ്വസ്തത, ഭക്തി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമിനെ രാക്ഷസൻ വീരന്മാരെ ദഹിപ്പിക്കുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനും സാധിക്കും. ലങ്കയെ എത്രയധികം ആളുകളുടെ കൂട്ടായ്മയാണ്, അവിടെ രാക്ഷസ സമൂഹമാണ് ഉള്ളത് എന്നും നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്, എടുത്തുചാട്ടക്കാരനല്ല എന്നെല്ലാം നമുക്ക് ഇതിലൂടെ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി യാത്ര തിരിക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. അവിടെ സൂര്യൻ്റെ ശിഷ്യനായി ഹനുമാൻ സ്വാമി ശിഷ്യത്വം സ്വീകരിക്കുന്നത് അറിയാൻ സാധിക്കും. അവിടെ എല്ലാ ശാസ്ത്രവിദ്യകളും സൂര്യഭഗവാനിൽ നിന്നും, അതായത് സൂര്യൻ എന്താണോ നമുക്ക് പകർന്നു തരുന്നത്, ഒരു നിമിഷം പോലും പരാതിയില്ലാതെ പരിഭവമില്ലാതെ ലീവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് സൂര്യഭഗവാൻ അല്ലേ. എങ്ങാനും ഒരു ദിവസം സൂര്യൻ ഇല്ലാതായി പോയാൽ നമ്മുടെ വാസസ്ഥലത്തിനും നമ്മുടെ വായുസഞ്ചാരത്തിനും നമ്മുടെ പ്രകൃതിയുടെ ചലനാവസ്ഥയുമെല്ലാം ചഞ്ചലമായി പോകും അല്ലേ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ പ്രധാനം ചെയ്ത് അതിൽ സൂര്യൻ്റെ കർത്തവ്യത്തെ നമുക്ക് നോക്കുമ്പോൾ ആ സൂര്യഭഗവാനിൽ നിന്നും വിദ്യാസമ്പന്നനായി മുന്നോട്ട് വന്ന വ്യക്തിയാണ് ആര്? ഹനുമാൻ സ്വാമി. അപ്പോൾ ഇങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ വിദ്യാഭ്യാസം അത് സൂര്യഭഗവാൻ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് തന്നെ പിന്നോട്ട് നടന്നുകൊണ്ട് മുഖം സൂര്യനിലേക്ക് ദർശനം നൽകിക്കൊണ്ട് നടക്കുന്നു, പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തിനേയും വെല്ലുവാനും അതുപോലെ ശക്തിയും ഭക്തിയും അതുകൊണ്ട് തന്നെ താൻ ശ്രേഷ്ഠനായി ചിരഞ്ജീവിയാവാനും സാധിച്ചത് ആ ഒരു അനുഗ്രഹം, ശിഷ്യസമ്പത്തിനാൽ കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. ചിരഞ്ജീവിയായിട്ട് നമുക്ക്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്നും ഹനുമാൻ സ്വാമി കലിയുഗത്തിലും നമുക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് കാണാം, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തിലൂടെ നമുക്ക് ഭക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പലവരും വന്നിട്ട്
പറയാറുണ്ട്, എനിക്ക് അത്ര ചാടാൻ സാധിക്കും, ഇത്ര ചാടാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ സമുദ്രത്തെ മറികടക്കാൻ 100 യോജന ചാടണമെന്ന് പലവരോടും നിർദ്ദേശിച്ചപ്പോൾ ആ നിർദ്ദേശമനുസരിച്ച് പലവരും പറഞ്ഞു 20 ചാടാം, 10 ചാടാം, 100 ചാടാം, 50 ചാടാം, 200 ചാടാം. പക്ഷെ തിരിച്ചു വരേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ പോയി ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. പകുതി കടലിൽ പെടുന്ന ആൾക്കാർ വരെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹനുമാൻ സ്വാമിയെ നമ്മൾ പഠിക്കുന്ന സമയത്തും ഉപാസിക്കുന്ന സമയത്തും ഹനുമാൻ ചാലീസകളെല്ലാം ചൊല്ലുന്ന സമയത്തെല്ലാം നമ്മുടെ ഉപാസനാ മാർഗത്തിൽ ഒരു ധർമ്മനിഷ്ഠ ഉണ്ടാവണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം വിദ്യാസമയത്തും കുട്ടിയായിരുന്ന സമയത്തും മുതിർന്ന പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ രാമഭക്തിയിലേക്ക് മാത്രമാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്താണ് ഋഷിയിൽ നിന്നും ശാപമുണ്ടായി എന്നും അവിടെ കുരങ്ങുകളെ പോലെ ഒരു ആശ്രമത്തിൽ അവിടെയുള്ള എല്ലാത്തിനെയും തട്ടിക്കളിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഋഷീശ്വരന്മാർ അദ്ദേഹത്തെ ശപിച്ചു എന്നും, നീ എപ്പോഴെല്ലാം നീ ചിന്തിക്കുന്നുവോ ആ സമയത്തെല്ലാം നിന്റെ ശക്തി ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ്, വേറൊരാള് നിന്നെ പ്രചോദിപ്പിക്കുമ്പോഴാണ് നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് സ്വയം അറിയുവാനും സാധിക്കുക എന്ന് ഒരു ശാപമോ അനുഗ്രഹമോ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഹനുമാൻ സ്വാമിയെ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾ കുസൃതി കാണിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കാറുണ്ട് കുരങ്ങ എന്നൊക്കെ അല്ലേ. പക്ഷേ ഈ വാനരനെ സംബന്ധിച്ച്, ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ച്, ആ ഹനുമാൻ സ്വാമി തൻ്റെ ജപത്തിലും ധ്യാനത്തിലും ഈശ്വരോന്മുഖമായി പഠിക്കുന്ന സമയത്തെല്ലാം വളരെ ശ്രേഷ്ഠമായി വിദ്യാസമ്പന്നനായിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാം. അപ്പോൾ തൻ്റെ ഉപാസന കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട് എല്ലാവരെയും സഹായിക്കാനും അതേപോലെ നിലനിർത്തുവാനും സാധിച്ച ഒരു മഹാവ്യക്തിത്വമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ അറിവ് കൊണ്ട്, അനുഭൂതി കൊണ്ട്, കൃപ കൊണ്ട് നമുക്ക് ഉയർന്ന പറക്കുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഉയർന്ന് ചിന്തിച്ച് കാര്യസാധ്യത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ശക്തിയാണ്. അപ്പോൾ ശാപത്തിനെ കൊണ്ട് ഒരു ഗുണം കൂടി കിട്ടി. തൻ്റെ കർമ്മപന്ഥാവിൽ ആരെങ്കിലും ഉപദേശിക്കുകയോ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് തനിക്ക് വീണ്ടും ആ ശക്തി ഉന്നത തലത്തിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ജാമ്പവാൻ പലവരും വന്ന് പറഞ്ഞു, ഞാൻ അത്ര യോജന ചാടും, ഇത്ര യോജന ചാടും, പക്ഷെ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവിവരം ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് എല്ലാ കുരങ്ങന്മാർക്കും കഴിവുണ്ടായിരുന്നു, വാനരന്മാർക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷെ അവർ പോയാൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും തിരിച്ചു വരിക എന്ന് പോലും അറിയില്ല അല്ലേ. ഒരാൾ പറയുന്നുണ്ട് 200 യോജന എടുത്തു ചാടാൻ എനിക്ക് കഴിവുണ്ട്, പക്ഷെ തിരിച്ചു ചാടാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല, പോയത് എങ്ങനെയോ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ആനയുടെ കഥ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആധ്യാത്മിക വിഷയങ്ങളെല്ലാം തട്ടുകളായി തിരിക്കുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ കർമ്മമണ്ഡലം എന്ന് പറയുന്ന ഉപാസനയാണ്. ആ ഉപാസനയുടെ ലക്ഷ്യം അനുഷ്ഠാന മാർഗത്തിലൂടെ എത്തിക്കലാണ്. അതിലൂടെ ആ അനുഷ്ഠാനങ്ങളെല്ലാം ബാക്കിയുള്ളവർക്ക് കൂടി ഉപയോഗമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം. അങ്ങനെയുള്ള അറിവിനെ സമ്പാദിച്ച് ആ അറിവിൻ്റെ അനുഭൂതിയിലേക്ക് എത്തുവാനും ആ അനുഭൂതിയിലൂടെ ഭക്തിയുടെ ആത്മതലത്തിലേക്ക് എത്തി അനുഗ്രഹം കൃപയായിട്ട് ലഭിക്കുവാനും സാധിക്കുന്ന 5 തട്ടായിട്ട് നമുക്ക് സാധകന്മാരെ ഉയർത്താൻ സാധിക്കുന്നതാണ് ഹനുമാൻ സ്വാമിയുടേത്. ആ ഹനുമാൻ സ്വാമിയെ നമുക്ക് ഉപാസനാക്രമത്തിൽ, നിത്യ ഉപാസനാക്രമത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. ആ മന്ത്രങ്ങൾ ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാസ്മരാമി മനസാസ്മരാമി എന്ന് നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ആ ഒരു വായുവിനെ പോലും തുളച്ചു കയറാൻ സാധിക്കുന്ന അതിശക്തമായി വിദൂരത്തിൽ സഞ്ചരിക്കുവാനും അതേപോലെ അത്രയധികം സഞ്ചാരമാർഗം
അത്രയും സ്പീഡിലേക്ക്, വേഗതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മഹാപുരുഷനെ നമുക്ക് ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ, മഹാപുരുഷനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തത്വജ്ഞാനം ഹനുമാൻ സ്വാമിയിലൂടെ നമുക്ക് കിട്ടുന്നു. അതിന് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ജാംബവാനാണ്, അല്ലെ? ജാംബവാൻ വളരെയധികം വാർദ്ധക്യമുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ആ ജാംബവാനാണ് പറയുന്നത്, ഹനുമാൻ സ്വാമി ചെറുപ്പത്തിൽ സൂര്യനെ നോക്കി സൂര്യനെ വിഴുങ്ങാൻ പോയി ഫലമാണെന്ന് കരുതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ 100 യോജനയല്ല എത്ര വേണമെങ്കിലും ഉയരത്തിൽ ചാടാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ രാമബാണത്തെ പോലെ, രാമൻ എന്താണോ ദൂതനായിട്ട് തൻ്റെ അസ്ത്രത്തെ അയച്ചിരിക്കുന്നതെങ്കിൽ ആ രാമബാണത്തെ പോലെ ഞാനിതാ സീതാന്വേഷണത്തിന് പോകുന്നു എന്ന് അവിടെ പർവ്വത മുകളിൽ നിന്നും ലങ്കയിലേക്ക് ചാടിപ്പോകുന്ന ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ തത്വത്തെ, ജീവിതത്തെ, ആ ഭക്തിയെ നമുക്ക് ഉള്ളിലോട്ടെടുക്കാൻ രാമായണ സന്ദേശം നമുക്ക് പറയാൻ സാധിക്കും. അതിലും ഇതേപോലെ മുതിർന്ന ആൾക്കാരാണ് നമ്മുടെ കുലത്തിൻ്റെ കഴിവിനെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കാം, അല്ലേ? ഇവിടെ വിശ്വാമിത്ര മഹർഷി നമുക്ക് പറഞ്ഞു തരാൻ സാധിച്ചു, അല്ലയോ ശ്രീരാമചന്ദ്ര, ഇക്ഷ്വാകു വംശത്തിൽ ഇന്ന രാജാക്കന്മാർ അയോധ്യ ഭരിച്ചിരുന്നു, ദശരഥന്റെ പുത്രനായിട്ട് നീ ജനിക്കാൻ, ഈ കുലത്തിൽ വന്ന് ജനിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ജാംബവാൻ പറഞ്ഞു തരുന്നത്, സീതാന്വേഷണത്തിന് പോവാൻ ഏറ്റവും ഉചിതമായ വ്യക്തി ഹനുമാൻ സ്വാമി തന്നെയാണ്. ആ ഹനുമാൻ സ്വാമിയെ തന്നെയാണ് വീണ്ടും ജാംബവാൻ തെരഞ്ഞെടുക്കുന്നത്, അല്ലേ? അസ്ത്രം കൊണ്ട് മായാവിയായിട്ട് മേഘനാഥൻ അസ്ത്രം ചെയ്ത് എല്ലാവരെയും മയക്കി കടത്തുമ്പോൾ അവിടെ നിന്നും ജാംബവാൻ ഉണർന്നെണീറ്റ് ചോദിക്കുന്നുണ്ട്, ഹനുമാൻ എങ്ങാനും മയങ്ങിപ്പോയോ? ഹനുമാൻ ഉറക്കത്തിലാണോ? അല്ലെങ്കിൽ ഹനുമാനും ഈ ഒരു ബാധ സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി അവിടെ ജാംബവാന്റെ അടുത്തെത്തുന്നു. ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ വാനര സമൂഹവും ജീവിച്ചിരിക്കുമെന്നുള്ള മനോഭാവത്തോടു കൂടി ആ ഹനുമാനെ നമുക്ക് ശല്യകരണി വലിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പർവ്വതത്തെ തൂക്കിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഔഷധ മൂല്യങ്ങളുള്ള ആ സസ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാം. അങ്ങനെ വീണ്ടും ആ ഒരു ഹനുമാന്റെ തേജസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഹനുമാനെ കുറിച്ച് കൂടുതൽ പറയുന്ന സമയത്ത്, ഹനുമാൻ അവിടെ രാജ്യഭരണം നടത്തിയിരുന്ന സമയത്ത്, ശ്രീരാമചന്ദ്രൻ രാജ്യഭരണം നടത്തിയിരുന്ന സമയത്ത് സീതാമാതാവ് ഹനുമാന്റെ ഭക്തിയിലെയും ഹനുമാന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കണ്ടുകൊണ്ട് നല്ലൊരു മുത്തുമാല കൊടുത്തു എന്നും, ആ മുത്തുമാലയെ കടിച്ചു പൊട്ടിച്ച് അത് കണ്ടപ്പോൾ സീതയ്ക്ക് വേദനിച്ചു പോയി എന്നും നമുക്ക് ചിന്തിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും നല്ല ആഭരണം, അതും സീതാമാതാവ് തന്ന ആഭരണം, അത് ഇങ്ങനെ ചെയ്യുന്നത്, വലിച്ചു പൊട്ടിക്കുന്നതോ കടിച്ചു പൊട്ടിക്കുന്നതോ എല്ലാം തെറ്റല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഈ മണികളിലൊന്നും ശ്രീരാമനെ നമുക്ക് കാണുന്നില്ല, ശ്രീരാമന്റെ നാമത്തെ കാണുന്നില്ല എന്ന് പോലും പറയുന്നു. അപ്പൊ അങ്ങനെയാണ് ശ്രീരാമന്റെ തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ ആ രാമസേതു നിർമ്മിക്കുന്ന സമയത്ത് പോലും ആ രാമസേതുവിൽ രാ എന്നും മാ എന്നും അക്ഷരങ്ങൾ എഴുതി രാമ എന്നുള്ള മഹാവാക്യത്തെ കടലിന്റെ തീരത്തൂടെ അല്ലെങ്കിൽ കടലിന്റെ മധ്യത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു പാറക്കഷ്ണങ്ങൾ കൊണ്ട് അവിടെ നമുക്ക് ഒരു രാമസേതു നിർമ്മിക്കാൻ സാധിച്ചു, അല്ലെ? ഇന്നും രാമസേതുവിനെ നമുക്ക് റിസർച്ച് ചെയ്യാനും പഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടേക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണെങ്കിലും അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശ്രീലങ്കയെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാസങ്കല്പത്തെ ആദ്യമായിട്ട് ദൂതനായിട്ട് എത്തിയ ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹനുമാൻ സ്വാമി സഞ്ചരിക്കുന്ന സമയത്ത് ഒട്ടനവധി പർവ്വതങ്ങൾ ഉയർന്നു വരുന്നു, സുരസ ഉയർന്നു വരുന്നു, ഒരുപാട് പേര്
ലങ്കാലക്ഷ്മിയുടെ അടുത്തെത്തുന്നവരെ സമുദ്രം തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ തടസ്സങ്ങളെല്ലാം ഭേദിക്കുകയും ഹനുമാൻ സ്വാമിയെ വിഴുങ്ങുകയും ചെയ്യുന്ന ആ നിഴലിനെ പിടിച്ച് ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള രാക്ഷസവർഗങ്ങൾ ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്നവരെ പോലും വധിച്ചുകൊണ്ട് ലങ്കാലക്ഷ്മിക്ക്, നമ്മളൊക്കെ പറയല്ലേ, ഒരു അടി കിട്ടിയാലേ നീയൊക്കെ പഠിക്കൂ എന്ന് പറയുന്ന പോലെ, ആ അടി കൊണ്ട് തൻ്റെ ആത്മസാക്ഷാത്കാരം പൂർത്തീകരിച്ച് തിരിച്ച് ആ ശാപമോക്ഷം കിട്ടിയ ലങ്കാലക്ഷ്മിയെ പോലും ഹനുമാൻ സ്വാമി അവിടെ കാണുന്നതായിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലേ. ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്ന ഹനുമാൻ സ്വാമിയുടെ ചിത്രങ്ങളെല്ലാം ഒരു കുരങ്ങൻ എന്തെല്ലാം കാണിക്കുമോ അതിലെല്ലാം കാണിക്കുന്ന ചിത്രങ്ങളോ അനുസരിച്ചുള്ള കഥാപാത്രങ്ങളോ വെച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക, TV ചാനലിലൂടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ മൊബൈലിലൂടെയോ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കുട്ടികളെ ഹനുമാന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ഇപ്പോൾ നമ്മൾ ഹീമാൻ കാണുന്നുണ്ട്, മോഗ്ലി എന്ന് പറയുന്നതൊക്കെ കാണുന്ന പോലെയാണ് ഇപ്പോൾ ഹനുമാനെ കാണുന്നത് എന്ന് പറയുമ്പോൾ സങ്കടമായി തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വരുത്തുവാൻ ഹനുമാന്റെ ജീവചരിത്രം നമുക്ക് പഠിക്കുവാനും അദ്ദേഹം ചെയ്ത ആ രാമമന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്നും തൻ്റെ ഹൃദയത്തിൽ രാമനും ലക്ഷ്മണനും അല്ലെങ്കിൽ സീതയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മഹാതത്വത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ പോലെ നമുക്ക് രാമായണം മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിയാൽ വിദ്യ കൊണ്ട് വിനയം പ്രാപിക്കണമെന്ന് നമുക്ക് പറയുന്നു അല്ലേ. വിദ്യ ദദാതി വിനയം എന്ന് നമുക്ക് ഭഗവത്ഗീതയിലൂടെയും തത്വജ്ഞാനത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ എത്രയോ സാളഗ്രാമങ്ങൾ കിട്ടുവാൻ നമുക്ക് സാധിക്കും, എത്ര ദേവതാ പൂജകൾ വേണമെങ്കിൽ നടത്താൻ സാധിക്കും, എത്ര ഏകാദശി വ്രതം വേണമെങ്കിൽ നടത്തുവാൻ നമുക്ക് സാധിക്കും, നോൽക്കുവാൻ നമുക്ക് സാധിക്കും, എത്ര നദികളെയും പുണ്യസ്ഥലങ്ങളെയും സന്ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യനദികളൊക്കെ നമുക്ക് ശിരസിൽ തീർത്ഥമായിട്ട് തെളിക്കുവാനെല്ലാം സാധിച്ചാലും വിദ്യ കൊണ്ട് വിനയം പ്രാപിക്കണമെങ്കിൽ ധർമ്മത്തിലൂന്നി നിൽക്കുന്നതും അർത്ഥത്തെ കാംക്ഷിക്കുന്നതും മോക്ഷത്തെ സ്ഥിതപ്രജ്ഞനായിരുന്ന് പ്രവർത്തിക്കുന്നവരെ നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വിദ്യ കൊണ്ട് നമുക്ക് വേണ്ടത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഒന്നുകൂടി ഞാൻ പറയാണ്, ധർമ്മത്തിലൂന്നി നിന്ന് അർത്ഥത്തെ കാംക്ഷിച്ചുകൊണ്ട് മോക്ഷത്തെ സ്ഥിതപ്രജ്ഞനാണ്. അതായത് മോക്ഷം എന്ന് വെച്ചാൽ മരിച്ചാൽ കിട്ടുന്ന സാധനമല്ല, അതേപോലെ മോക്ഷത്തെ സ്ഥിതപ്രജ്ഞനായി നിന്നുകൊണ്ട് ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അതിനെ ഒരേപോലെ കാണുന്ന സ്ഥിതപ്രജ്ഞനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തി മാർഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹനുമാന്റെ ഈ ഒരു തത്വത്തെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ നിർമ്മിക്കലാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊണ്ട് വേണ്ടത് അല്ലേ. അല്ലെങ്കിൽ ആരോ പണിയെടുത്ത സ്ഥലത്തെ തൻ്റെ പേരിലാക്കി ടിപ്പു സുൽത്താൻ്റെ പേരിലാക്കിയ പാലക്കാട്ടിലെ കോട്ട അല്ലേ. ഇന്നും നമ്മൾ അറിയുന്നത് പാലക്കാട്ട് ശരി രാജാവിൻ്റെ കോട്ടയായിട്ടല്ല, ടിപ്പു സുൽത്താൻ്റെ കോട്ടയായിട്ടാണ് നമ്മളെല്ലാവരും പറയുന്നത് ടിപ്പുവിൻ്റെ കോട്ടയ്ക്ക് പോകാമെന്നാണ് അല്ലേ. പലതും നമുക്ക് അങ്ങനെ ചരിത്രം വളച്ചൊടിച്ച് നമ്മുടെ പേരിലേക്ക് മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുത്ത് വിദ്യ കൊണ്ട് നമുക്ക് ഈ ഒരു സമൂഹത്തിൻ്റെ ധർമ്മത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള കർത്തവ്യത്തിലേക്ക് പോകണമെന്ന് മാത്രം ചിന്തിക്കാൻ നമുക്ക് കാണണം. അതിനാണ് നമുക്കറിയാം 1861 മദനമോഹന മാളവ്യ വിദ്യയെ പല വിധത്തിൽ നോക്കിക്കാണുന്ന വാല്യൂ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിൽ സന്ധ്യാവന്ദനത്തിന് ഊന്നൽ കൊടുക്കണമെന്ന് പറയുന്നത്. ചിന്തിക്കണം, മദനമോഹന മാളവ്യ വിദ്യയെ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാല്യൂ ഓഫ് മോഡേൺ എഡ്യൂക്കേഷനിൽ നിർബന്ധിതമായിട്ടും സന്ധ്യാവന്ദനം ഉണ്ടാവണം. എന്താ സന്ധ്യാവന്ദനം?
അവിടെയാണ് നമുക്ക് ഇപ്പോൾ രാമായണ മാസമാണ്, കർക്കിടക മാസമാണ് അല്ലേ. എല്ലാവരും പറയും സന്ധ്യാസമയത്ത് 6:30 മണിക്ക്, 6നും 6:30ക്കും ഇടയ്ക്ക് രാമനാമങ്ങൾ വായിക്കാതിരിക്കണം. കാരണം ഹനുമാൻ സ്വാമിക്ക് സന്ധ്യാവന്ദനം ചെയ്യണം. അപ്പൊ നമുക്കൊന്നും സന്ധ്യാവന്ദനം ചെയ്യണ്ട. അപ്പൊ സന്ധ്യാവന്ദനം വാല്യൂ ഓഫ് എഡ്യൂക്കേഷനിൽ ഉണ്ടാവണമെന്ന് 1861 പറഞ്ഞുവെങ്കിലും നമ്മളിൽ എത്ര പേർക്ക് 3 സന്ധ്യകളെയും തിരിച്ചറിയാൻ സാധിക്കും? പുലർകാലത്തെ സന്ധ്യ, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. അപ്പൊ ഈ 3 കാലയളവിലും നമ്മൾ ആചമന മന്ത്രങ്ങൾ ചൊല്ലി ഗായത്രി ജപം ചെയ്ത് നമ്മളെ സാധകന്മാരാക്കിയെടുക്കുന്ന ഒരു പ്രചോദനം കിട്ടുന്നത് ഹനുമാൻ സ്വാമിയിലൂടെയാണ്. അത് ഇന്നും നമുക്ക് വാഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ചിരഞ്ജീവി എന്നുള്ള സ്ഥാനത്തേക്ക് വന്നത് ഹനുമാൻ സ്വാമിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ആ വിദ്യാഭ്യാസം ഊട്ടി ഉറപ്പിക്കുന്നതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കണം അല്ലേ. പാലക്കാടിൻ്റെ ഒരു മഹത്വപൂർണമായ ഒരു സ്ഥലമാണ്. വിദ്യാസമ്പന്നത കൊണ്ട് സമൂഹത്തെ മാറ്റിമറിച്ച ഒരുപാട് മഹാപുരുഷന്മാർ ജന്മമെടുത്ത സ്ഥലമാണ് പാലക്കാട്. അതേപോലെ പാലക്കാട് വന്ന് പഠിച്ച ഒട്ടനവധി ആൾക്കാര്, സാഹിത്യകാരന്മാര്, സാമൂഹ്യ നിരീക്ഷകര് തുടങ്ങി ഒട്ടനവധി IRS IPS ഓഫീസർമാരടക്കം പാലക്കാട് നമുക്ക് IAS ഓഫീസർമാരടക്കം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അവിടെയും നമുക്ക് വിക്ടോറിയ കോളേജ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ, വിദ്യാഭ്യാസ കേന്ദ്രത്തെ നമുക്ക് കാണാം. ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് ആ കവാടത്തിൽ കൃഷ്ണൻ നായരുടെ ഒരു കവാടത്തെ നമുക്ക് കാണാം. ആ കൃഷ്ണൻ നായർ ആരാണെന്ന് പഠിക്കാതെ വിക്ടോറിയ കോളേജിൽ കയറി പഠിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലെങ്കിൽ വിക്ടോറിയ കോളേജിൽ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആരായിരുന്നു കൃഷ്ണൻ നായർ എന്ന് പഠിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത്രയും വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും അധികം പ്രാധാന്യം കൊണ്ടുവന്ന ഒരു മഹാപുരുഷൻ, അതേപോലെ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സമ്പൂർണമാക്കിയ ഒരു ശക്തനായ ഒരു മഹാവ്യക്തി, ആ യോഗ്യതകൾ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തി, ആ വിദ്യാസമ്പന്നത്തെ എല്ലാവർക്കും പകർന്നു കൊടുത്ത വ്യക്തിയാണ് കൃഷ്ണൻ നായർ. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒന്ന് ചിന്തിക്കാനും ഒന്ന് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കാം അല്ലേ. ഒരുപാട് ദിവസങ്ങൾ രാമായണത്തെ നമ്മളുടെ അധികരിച്ച് പറയുണ്ടായി. 20 മിനിറ്റാണോ 25 മിനിറ്റാണോ നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ കണ്ണോടിച്ചു പോകുന്നേ ഉള്ളൂ എങ്കിലും ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് വിക്ടോറിയ കോളേജിന്റെ കവാടത്തിലെ കൃഷ്ണൻ നായരെ ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു മഹാപുരുഷനായിട്ട് അദ്ദേഹത്തെ കാണാം. ഞാൻ എല്ലാത്തിനും കൂടെ മഹാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇദ്ദേഹം എന്താ എല്ലാവർക്കും മനുഷ്യൻ എന്നോ അല്ലെങ്കിൽ മഹാവ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കരുത്. അപ്പം നമ്മൾ മഹാനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് വിക്ടോറിയ കോളേജിൻ്റെ മുന്നിലെ കൃഷ്ണൻ നായരെ ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കുക. അറിവുള്ളവർ, അറിയുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ, എനിക്ക് ഒരുവിധം അദ്ദേഹത്തെ അറിയാം, അതായത് അറിഞ്ഞതിലൂടെ. ഇപ്പോൾ അദ്ദേഹം ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അറിയുന്ന വിക്ടോറിയ കോളേജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണമെന്ന് മാത്രം പറയുന്നു. നമസ്കാരം.